നമസ്കാരം. ഞാൻ ഗിൽബർട്ട്. ഏറെ നാളായി ഈഗിളായി ദ റിയൽ സ്റ്റോറീസ് എന്ന ചാനൽ ഒരു സാങ്കേതിക കാരണത്താൽ മുടക്കം വന്നു. അതിൽ നിന്നെല്ലാം റിക്കവറായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എൻ്റെ ചാനലുമായി വരികയാണ്. നിങ്ങൾ തന്ന സഹകരണം ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നൊരു പുതിയ കഥയുമായിട്ട് നിങ്ങളുടെ മുമ്പിലെത്തുന്നു. സഹകരിക്കുക. ഒരു ചെറിയ കാര്യം, ഞാൻ ഇതിനിടയ്ക്ക് കലാകൗമുദിയിലും കൗമുദി ചാനലിലും കഥകൾ അവതരിപ്പിച്ചു. അപ്പോൾ ആളുകളുടെ കമൻസ് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് അവിശ്വസനീയമായി തോന്നുന്നതെന്നാണ് പറഞ്ഞത്. അതിനൊരു കാരണമുണ്ട്. ഈ യഥാർത്ഥത്തിൽ എൻ്റെ അനുഭവം കഥ ഞാൻ അതേപടി അല്ല അവതരിപ്പിക്കുന്നതിന്. ആ സ്ഥലവും സന്ദർഭവും മാറ്റി വേറെ സ്ഥലത്ത് വെച്ചാണ് അവതരിപ്പിക്കുന്നത്. കാരണം അതിലെ പല ആളുകളും ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളാണ് കഥാപാത്രങ്ങൾ, സംഭവങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി നിയമപ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി അത് മാറ്റിയാണ് അവതരിപ്പിക്കുന്നത്. അത് മനസ്സിലാകാഞ്ഞിട്ടാണ് എന്നാൽ എനിക്കറിയില്ല. കുറേ പേരത് അവിശ്വസനീയമായി തോന്നുന്നു എന്ന് പറയുന്നു. ഞാനൊരു കഥയും ഇല്ലാത്ത കഥ പറഞ്ഞിട്ടില്ല. നടന്ന സംഭവങ്ങളാണ്, പക്ഷെ അതിൻ്റെ സന്ദർഭവും സ്ഥലവും മാറ്റി അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. അത് നിങ്ങളത് ഉൾക്കൊള്ളണം. ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. സുമോദിനി ഗൾഫിൽ പോയി. ആ വാർത്ത ആ നാട് മുഴുവൻ വായ്ത്താരിയിലൂടെ എല്ലാ ആളുകളും ഏറ്റുപാടി. സുമോദിനി എന്ന് പറയുന്ന ആ സ്ത്രീ ഗൾഫിലെത്തി. ഇത് പലരും അതിലൊരു പരിഭവം, എന്തുകൊണ്ട് എല്ലായിടത്തും പറഞ്ഞിട്ട് പോയില്ല? ഞങ്ങളൊക്കെ അടുത്തൊക്കെ ഉണ്ടായിരുന്നല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് പറയാതെ പോയി? മറുപടി പറയാനോ ആളുണ്ടായിരുന്നു. അത് എല്ലാവരെയും അറിയിച്ചിട്ട് ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. കാരണമുണ്ട്. അസൂയയും വഞ്ചനയും കൈമുതലായുള്ള ഒരു സമൂഹത്തിൽ നിന്നും ഒരാൾക്കും ഉയർന്നു വരാനാവില്ല. അതുകൊണ്ടാണ് അത്തരം സമൂഹത്തിൽ നിന്നും നല്ല ഉന്നത വ്യക്തിത്വങ്ങൾ ഉയർന്നു വരാത്തത്. സ്വയം നന്നാവുകയില്ല, മറ്റുള്ളവർ നന്നാവാൻ അനുവദിക്കുകയില്ല. അത്തരമൊരു മനോഭാവം വിളയാടുന്ന ആ സമൂഹത്തിൽ നിന്നും ഒരിക്കലും ആരും ഉയർന്നു വരികയില്ല. ഇവിടെ സ്നേഹവും പ്രോത്സാഹിപ്പിക്കാനുള്ള മനസ്സും ഉള്ള സമൂഹത്തിൽ മാത്രമേ ഉന്നത വ്യക്തിത്വങ്ങൾ ഉയർന്നു വരികയുള്ളൂ. അല്ലാത്തവിടുത്ത് മറ്റുള്ളവർ ഈ ഉയരങ്ങളിലെത്താൻ പോകുന്നവരെ വലിച്ച് താഴെ ഇട്ടുകൊണ്ടിരിക്കും. അത് നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് സുമോദിനി അത് പറയാതെ പോയതും നല്ലത് തന്നെ എന്ന് ന്യായീകരിക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ഭർത്താവും മകളോ അവർ വീട്ടിലുണ്ട്. സുമോദിനി ആദ്യം പോയിട്ട് അവിടെ ചെന്നിട്ട് ഒന്ന് പച്ച പിടിച്ചിട്ട് ജോലിയൊക്കെ ശരിയായിട്ട് അടുത്ത മകൾക്കും ഭർത്താവിനും വിസയായിട്ട് അവിടെ തിരിച്ചു വരും. അപ്പം എന്നിട്ട് അവർ പോകും. എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്ത ചില ആളുകളുണ്ട്. അവർ പറയുന്നത് അതിന് കാരണമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ മുറിവുകൾ പറ്റിയെന്ന് പറയുന്നതിനെ വിശ്വസിക്കാതെ അത് തോമസ് എന്ന് പറഞ്ഞ ശിഷ്യന് സംശയം ഉണ്ടായി, മുറിവ് പറ്റിയോ എന്ന് യേശു. അത് തൊട്ട് നോക്കിയാലേ വിശ്വസിക്കുമെന്ന് പറയുന്നൊരു തോമസ് എന്ന് പറഞ്ഞൊരു ശിഷ്യ യേശുവിനുണ്ട്. പണ്ട് മുതലേ ഉള്ളതാണ്. യഥാർത്ഥം അവർക്ക് കണ്ടാലേ വിശ്വസിക്കുമെന്ന് പറയുന്ന ആളുകളുമുണ്ട്. അങ്ങനെയുള്ളവർ പറഞ്ഞു, എന്നാൽ പിന്നെ സുദർശനം പറയട്ടെ. സുദർശനം പറഞ്ഞു, ശരിയാണ്, ഒരു ദുബായിലെ ഒരു സ്റ്റാർ ഹോട്ടലിൽ ഈ ബ്യൂട്ടീഷ്യനായിട്ടാണ് അവർക്ക് ജോലി കിട്ടിയത്. അതിന് പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ളൊരു വിസ വന്നത് കൂടാതെ ടിക്കറ്റ് ഓക്കെ ആയിട്ട് അവർ പിന്നെ ഡിലേ ആക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് പെട്ടെന്ന് പോകേണ്ടി വന്നത്. അതുകൊണ്ടാണ് എല്ലാവരോടും പറയാൻ പറ്റാതിരുന്നത്. പിന്നെ അവിടെ പോയിട്ട് 2 മാസത്തിനകത്ത് ഒരു ജോലിയൊക്കെ ശരിയായ ഉടനെ തന്നെ അവിടെ താമസ സൗകര്യമൊക്കെ ഒരുക്കിയിട്ട് എന്നെയും മകളെയും കൊണ്ടുപോകുന്നതാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും കണ്ട് പറയാൻ യാത്ര പറയാൻ നിൽക്കുന്നത്. മാത്രമല്ല 5 മണിക്കുള്ള ഫ്ലൈറ്റിൽ പോകാൻ വേണ്ടി 3 മണിക്കൂർ മുമ്പ് എയർപോർട്ടിലെത്തണം. അപ്പോൾ അങ്ങനെ ആ രാത്രിയിൽ പോകാണ്ടി വന്നുകൊണ്ടാണ് എല്ലാവരെയൊക്കെ കണ്ട് യാത്ര പറയാൻ പറ്റാത്തത്. അത് സുദർശൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ആളുകൾക്ക് മനസ്സിലായി, അത് അത്ര ഒരു സാഹചര്യത്തിലാണ്.
അപ്പോൾ ഈ സുദർശൻ്റെ കുഞ്ഞിനെ പിന്നെ ആര് നോക്കും? അത് അവിടെ സുദർശൻ്റെ അമ്മയും അച്ഛനെയും ആക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നോക്കട്ടെ, തീരുമാനിച്ചില്ല, ഒന്നും തീരുമാനിച്ചില്ല. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊണ്ടുവരുന്നതേ ഉള്ളൂ. സുദർശനം മറുപടി പറഞ്ഞു. വീണ്ടും ആ ചർച്ച സജീവമായത് 3 മാസം കഴിഞ്ഞ് സുമോദിനിയുടെ അമ്മ ഗോമതി കോവളം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി സമർപ്പിച്ചപ്പോഴാണ്. ഇപ്പോഴാണ് ആളുകൾ അറിയുന്നത്. പരാതിയുടെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ, എൻ്റെ മകൾ സുമോദിനി 32 വയസ്സുകാരി 3 മാസമായിട്ട്, കഴിഞ്ഞ 3 മാസമായിട്ട് കാണാനില്ല. ഒരു ഫോൺ വിളിയോ ഒന്നും ഇല്ല, എവിടെയാണെന്ന് അറിയില്ല. വെളിയിൽ പോയെന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ അവിടെ എത്തിയിട്ടില്ലെന്നോ മാതാപിതാക്കളായ ഞങ്ങൾക്കറിയില്ല. അതൊന്ന് എങ്ങനെയെങ്കിലും അന്വേഷിച്ച് അത് കണ്ടുപിടിച്ച് തരുവാൻ അപേക്ഷ എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തോടുകൂടെയാണ് ആളുകളും അതാണ് ആലോചിക്കുന്നത്. ചർച്ച തുടങ്ങി വീണ്ടും. ഈ ആരായാലും വിദേശത്ത് പോയി കഴിഞ്ഞാൽ അവിടെ എത്തിയെന്നോ അല്ലെങ്കിൽ ജോലി പ്രവേശിച്ചെന്നോ ഒരു മറുപടി ഒരു വീട്ടിലേക്കോ നാട്ടിലേക്കോ ആരെങ്കിലും അറിയിക്കാതെ കഴിയുന്ന ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? അതിനും ഒരു സുദർശൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം എന്ന് പറഞ്ഞ് സുദർശനെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, സാർ അത് പോലീസ് സ്റ്റേഷനിലെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സുദർശനെ വിട്ട് അന്വേഷിച്ചു എന്ത് ചെയ്യണമെന്ന്. സുദർശൻ ക്ലിയറായിട്ട് വന്ന് പറഞ്ഞു. അവന് പറഞ്ഞതിൽ ഒരു ഇതുമില്ലായിരുന്നു. അവൻ പറഞ്ഞു, സാർ ദുബായിലെ ഒരു സ്റ്റാർ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റായിട്ടാണ് ജോലി കിട്ടിയത്. ആ കിട്ടുന്നതിന് ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു. അവരുടെ കണ്ടീഷനിൽ ആദ്യത്തെ 3 മാസം ട്രെയിനിങ് പീരീഡാണ്. ഈ ട്രെയിനിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കോസ്മെറ്റിക്സ് അല്ല ഇവിടുത്തെ ഇന്ത്യയിലേക്ക്. അപ്പോൾ ഇവിടുത്തെ കോസ്മെറ്റിക്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്നെങ്കിലും അവിടുത്തെ കോസ്മെറ്റിക്സിൻ്റെ പേരുകൾ പഠിക്കണം, അതെങ്ങനെ ഉപയോഗിക്കേണ്ട രീതികൾ പഠിക്കണം. മാത്രമല്ല അവിടുത്തെ ആ മെഷീനറികൾ പോലും വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉപയോഗ രീതികളൊക്കെ പഠിക്കണം. അപ്പോൾ അതിനാണ് ഈ 3 മാസത്തെ ട്രെയിനിങ് പീരീഡ്. ആ ട്രെയിനിങ് പീരീഡിൽ അവർക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ അതിനെ തിരിച്ചയക്കും എന്ന് പറഞ്ഞൊരു കരാറിൽ ഒപ്പിട്ടുള്ളതുണ്ട്. അതുകൊണ്ടാണ് മറ്റൊന്നിനും സമയം കണ്ടെത്താതെ ആരെയും വിളിക്കുന്നതിനുള്ള സന്ദർഭം ഉപയോഗിക്കാതെ അവിടെ ജോലിയിൽ വ്യാപൃതരായിരിക്കുന്നത്. ആ 3 മാസം ട്രെയിനിങ് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടില്ല. അതിനകത്ത് തിരിച്ചയച്ചളയായിരിക്കാൻ വേണ്ടിയാണ് അവൾ കഠിനമായി പരിശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നാട്ടിലേക്ക് വിളിക്കാത്തത് എന്ന് മാത്രമല്ല, എന്നെ ഹോട്ടലിലെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. അവിടെ പണിയുടെ കാര്യമൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട്. അതൊന്നും ആളുകൾക്ക് വിശ്വാസമില്ല. അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം. ഈ SI തന്നെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ സുമോദിനി പോയതിൻ്റെ ആ വിസയുടെ കോപ്പി എന്നാണ് പോയത്, അതിൻ്റെ ഡീറ്റെയിൽസ്, അവളുടെ ഫോൺ നമ്പർ, ഇതെല്ലാം അതിൻ്റെ കോപ്പികൾ, പോയതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കോപ്പികൾ നാളെ തന്നെ കൊണ്ട് സ്റ്റേഷനിൽ ഹാജരാക്കണം. അയാൾ കൊണ്ടുവരാം സാർ. അയാൾ പോയി. തിരിച്ചു പോയപ്പോഴാണ് അയാൾ നടന്നു പോയപ്പോഴേ മനസ്സിലായി അയാളെ ഉള്ളക്കുമ്പോൾ എന്താ കള്ളപ്പത്തരം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നല്ലൊരു ചെറുപ്പക്കാരൻ. പോരെങ്കിൽ സ്നേഹിച്ച പെണ്ണിനെ തന്നെ വിവാഹം കഴിച്ചില്ലേ അവൻ. ആ കുട്ടിയെ നല്ലോണം നോക്കുന്നില്ലേ. സുദർശനോട് ചോദിച്ചു, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ കുഞ്ഞിന് 7 വയസ്സായെന്ന് പറഞ്ഞാൽ 3 വയസ്സുള്ള ഒരു കുഞ്ഞിനെ അതിൻ്റെ ബോണസായിട്ട് കിട്ടിയെന്നാണ്. അതല്ല, നാട്ടുകാർ പറയുന്നത് 3 വയസ്സുള്ളൊരു മകളുള്ള കുട്ടിയെ നിങ്ങൾ തട്ടിക്കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത്. ഏതാണ് ശരി? സാർ അതല്ല, സുമോദിനിയെ ആദ്യം ജോസ് എന്ന് പറഞ്ഞ ഒരാൾ വിവാഹം കഴിച്ചിട്ടുണ്ട്. അയാൾക്ക് ബോംബെയിൽ ജോലിയായിരുന്നു. 2 വർഷം അവരവിടെ ജീവിച്ചു. ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ അവൾ തിരിച്ചു വരുന്നത് ഒരു കുഞ്ഞുമായിട്ടാണ്, 2 വയസ്സുള്ള. അന്ന് പറഞ്ഞു കെട്ടിയ ഭർത്താവ് ഉപേക്ഷിച്ച് പോയി. പറഞ്ഞത് നാട്ടുകാരും വീട്ടുകാരെയൊക്കെ വിശ്വസിപ്പിച്ചു. അതിൻ്റെ കാര്യം എന്താണെന്നൊന്നും ആരും ചോദിച്ചുമില്ല. ഉപേക്ഷിച്ച് പോയ സ്ത്രീയല്ലേ. പക്ഷെ അവൾ ജീവിക്കാൻ വേണ്ടി ഒരു ബ്യൂട്ടി പാർലർ ഇവിടെ ആരംഭിച്ചു, കോളം ബീച്ച് റോഡിൽ തന്നെ. അവിടെ നിന്നാണ് അവൾ അധ്വാനിച്ച് ഒരു പച്ച പിടിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്റ്റാർ ഹോട്ടലിലെ മാനേജരായിരുന്ന ഈ സുദർശനൻ അവിടുത്തെ ഗസ്റ്റിന് ചിലപ്പം എന്തെങ്കിലും ബ്യൂട്ടീഷ്യൻ സംബന്ധമായ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകിൽ സുമോദിനിയെ വിളിക്കും, അതല്ലെങ്കിൽ സുമോദിനിയുടെ ബ്യൂട്ടി പാർലറിൽ ഗസ്റ്റിനെ കൊണ്ടാക്കും. അങ്ങനെ
പരസ്പരമുള്ള ഈ സഹകരണത്തിന് ശേഷമാണ് സുമോദിനെ ഞാൻ പരിചയപ്പെടുന്നതും അത് ഒരു വിവാഹ ബന്ധത്തിൽ ഒരുമിച്ച് ജീവിക്കാനുള്ള തീരുമാനത്തിലെത്തുന്നത്. അതാണ് അതിൻ്റെ സത്യം. അയാൾ കൊണ്ടുവന്ന റെക്കോർഡുകൾ ഒന്ന് ഓടിച്ചു നോക്കിയതായിട്ട് ശരി നീ പൊക്കോളും, അയാളെ പ്രത്യേക സംശയം തോന്നിയതുമില്ല, അതുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. ഈ സുദർശൻ പോയതിന് ശേഷം ആ റെക്കോർഡുകളൊന്ന് പരിശോധിച്ചു. അതിൽ വിസയിലെ ഈ അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള വിസയാണ്. അതിൽ പേരിൻ്റെ സ്ഥാനത്ത് എന്തോ കൃത്രിമം നടന്നിട്ടുണ്ടെന്നൊരു തോന്നലുണ്ട്. മാത്രമല്ല അയാൾ തന്ന സുമോദിനിയുടെ ഫോൺ നമ്പറിൽ വിളിച്ചു നോക്കിയാൽ അനക്കമില്ല, ഒരു റിപ്ലൈ ഒന്നും വരുന്നുമില്ല, അതിൻ്റെ ഒരു നിജസ്ഥിതി അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് രണ്ടും അറിയാനായിട്ട് ഈ ഫോറൻസിക്കിൻ്റെ ഡോക്യുമെൻ്റ് വിഭാഗത്തിലേക്കും കമ്പ്യൂട്ടർ സെൻറ്ററിലേക്കും ഈ ഫോണിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കമ്പ്യൂട്ടർ സെൻറ്ററിലേക്കും റിപ്പോർട്ടുകൾ എഴുതി, അർജൻറ്റ് റിപ്പോർട്ടെന്ന് എഴുതി രണ്ടിടത്തും അയക്കുകയും ചെയ്തു. അത് വരുന്നതുവരെ വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് രഹസ്യ അന്വേഷണങ്ങൾ നടത്തി പോലീസുകാരെ വിട്ട്. അപ്പോഴാണ് സുമോദിനിയുടെ ചരിത്രം അറിയുന്നത്. ഇങ്ങനെ ബോംബെയിലായിരുന്നതും അവിടെ ഭർത്താവിനെ ഉപേക്ഷിച്ച് വന്നതും ഇവിടെ വന്നിട്ട് ഇങ്ങനെ ബ്യൂട്ടി പാർലർ തുടങ്ങിയത്. മാത്രമല്ല ആ ബ്യൂട്ടി പാർലർ ഒരു പച്ച പിടിച്ച് വന്നപ്പോൾ തന്നെ ഈ ഹോട്ടലുമായിട്ട് റിസോർട്ടുകളിൽ വരുന്ന ഫോറിനേഴ്സിൻ്റെ ആവശ്യത്തിന് ഈ സുമോദിനി ഒന്നിൽ അങ്ങോട്ട് പോകും അല്ലെങ്കിൽ ഇങ്ങോട്ട് വരും. അങ്ങനെ ഈ ബിസിനസ് ഡെവലപ്പ് ആയതോടുകൂടി ശാന്തിനി എന്ന് പറഞ്ഞൊരു സ്ത്രീ സഹായിക്കാനായിട്ട് വന്നു. പലരും നിന്നെങ്കിലും അതിൽ സ്മാർട്ടായിട്ട് വന്നത് ഒരു ശാന്തിനിയാണ്. അവളുടെ തൻ്റെ ആളുകളോടുള്ള പെരുമാറ്റം അത് ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും അങ്ങനെ കസ്റ്റമേഴ്സ് കൂടിക്കൂടി വരികയും ചെയ്തു. സുമോദിനിയെ എല്ലാവർക്കും ഇഷ്ടമായി. സുമോദിനിയെ എല്ലാവരുടെയും മനസ്സ് കവർന്നതോടൊപ്പം ഈ സുദർശൻ്റെ മനസ്സിലും ഹൃദയത്തിലും ഇടം കയറിപ്പറ്റി. അതാണ് പിന്നെ പ്രശ്നമായത്. അത് കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വന്നപ്പോഴാണ് വരികയും ചെയ്തു. ആ പ്രശ്നം കൊടുമ്പിരി വരുന്ന സമയത്താണ് ഈ സുമോദിനി ഗൾഫിൽ പോയി എന്ന ഭൂകമ്പം ഉണ്ടാകുന്നത്. എന്തായാലും അതിന് ഇത്രയും വിവരങ്ങൾ ലഭിച്ചതോടുകൂടി സുദർശനെ തന്നെ ഒന്നുകൂടെ വിളിക്കണം എന്ന് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുദർശനെ കസ്റ്റഡിയിലെടുത്തു കൊണ്ടുവന്നു. റിപ്പോർട്ട് കിട്ടി, അത് പറയാൻ വിട്ടുപോയി. ഇത് റിപ്പോർട്ട് വന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഫോറൻസിക് റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഈ വിസയിൽ പേരിൻ്റെ സ്ഥാനത്ത് പേര് മാറ്റി വെച്ചിരിക്കുകയാണ്. ആ പേര് മാറ്റിയിട്ടുണ്ട്, അപ്പോൾ കൃത്രിമം നടത്തിയിട്ടുണ്ട് എന്ന് അവിടുത്തെ റിപ്പോർട്ട് കിട്ടി. ഈ കമ്പ്യൂട്ടർ സെൻറ്ററിൽ മൊബൈലിൻ്റെ റിപ്പോർട്ട് കിട്ടി എന്തെന്ന് പറഞ്ഞാൽ മൊബൈലിൽ സ്വിച്ച് ഓഫ് ആണെന്ന് മാത്രമല്ല, കഴിഞ്ഞ 3 മാസമായി ഈ മൊബൈലിൻ്റെ ലൊക്കേഷൻ കോവളം ഇതിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കോവളം ഭാഗത്ത് തന്നെ മൊബൈലുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം സുമോദിനി മൊബൈൽ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഈ 2 വസ്തുതകളും കിട്ടിയപ്പോഴാണ് ആ കൂടെ സംശയം ഇതിൻ്റെ സത്യസ്ഥിതി കണ്ടെത്തണമല്ലോ ഉണ്ടാക്കി. സുമോദിനിയുടെ ഫോൺ ഈ ടവർ ലൊക്കേഷൻ കോവളം തന്നെ ഉണ്ടെങ്കിൽ ആ ഫോൺ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു സംശയം തോന്നി, ഇത് ഇനി സുമോദിനി കള്ളക്കളി കളിച്ചതാണോ? ഈ സുമോദിനിയും ഈ സുദർശനും തമ്മിലുള്ള ബന്ധം വഷളായി വന്നപ്പോൾ ഈ സുദർശനെ കളിപ്പിക്കാനായിട്ട് സുമോദിനി എന്തെങ്കിലും കള്ളത്തരം കാണിച്ചോ എന്നൊരു സംശയം ഉണ്ടാവാതിരുന്നില്ല. എന്തായാലും ഇതിൻ്റെ സത്യസ്ഥിതി അറിയാൻ വേണ്ടി സുദർശനെ വിളിച്ചു കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ വേറൊരാൾ അവിടുത്തെ അസിസ്റ്റൻറ്റ് മാനേജറുണ്ട്. ഇയാൾ നേരത്തെ പറയുമായിരുന്നു, ഞാൻ ഹോട്ടലിലെ ഉടമസ്ഥർക്ക് എന്നെയാണ് വലിയ വിശ്വാസം, മറ്റൊരു മാനേജർ ഉണ്ടെങ്കിലും എന്നെയാണ് കൂടുതൽ വിശ്വാസം, അതുകൊണ്ട് ഫുൾ ടൈം ഞാൻ അവിടെ ആയിരിക്കും, അതുകൊണ്ടാണ് മോളെ ഏറ്റവും ഇഷ്ടം ശാന്തിനി ആയതുകൊണ്ടാണ് ശാന്തിനിയെ കൂടെ അവിടെ ഉള്ള മോളെ നോക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ വീട്ടിൽ വല്ലപ്പോഴൊക്കെ പോകാറുള്ളൂ. അപ്പം ജോബി എന്ന് പറയുന്ന അസിസ്റ്റൻറ്റ് മാനേജർ ഒരു പുതിയ സന്ദേശമായിട്ട് നമ്മുടെ അടുത്തെത്തി. അയാൾ കാര്യം പറഞ്ഞു, സാർ ഇതൊരു 2-3 മാസം മുമ്പ് വിനോദിനി എന്ന് പറയുന്ന ഒരു കസ്റ്റമർ ലോഡ്ജിൽ വന്ന് താമസിച്ചു, റിസോർട്ടിൽ വന്ന് താമസിച്ചു. എന്നിട്ട് അവരുടെ വിസയും
അവിടെ ടിക്കറ്റ് ഓക്കെ എന്നറിയാനായിട്ട് വിസ അടിച്ച പേപ്പറുകളും എല്ലാം കൊണ്ട് സുദർശനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞ് ഈ ട്രാവൽ ഏജൻസി ചെന്ന് അന്വേഷിച്ചിട്ട് വരാം. അതുമായിട്ട് സുദർശനം പോവുകയും അവിടെ അന്വേഷിച്ചിട്ട് വന്ന് ഇവർക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ കോപ്പികളൊക്കെ എടുത്ത് വയ്ക്കുന്നത് ഞാൻ കണ്ടിരുന്നു സാർ. മാത്രമല്ല അടുത്ത ദിവസം ടിക്കറ്റ് ഓക്കെ ആയി ആ പാർട്ടി പോവുകയും ചെയ്തു, ദുബായിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ ഇതിനിടയ്ക്ക് ആ സുദർശൻ ആ കോപ്പി എടുത്തതിൽ എന്തൊക്കെ തിരുത്തലുകൾ വരുത്തുന്നത് ഞാൻ കണ്ടിരുന്നു സാർ എന്ന് പറയും. അപ്പോൾ ഈ ജോബി ഇത് വെളിപ്പെടുത്താൻ മറ്റൊരു കാരണമുണ്ട്. ഈ ജോബിക്ക് ശാന്തിനി ഒരു നോട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആ ബന്ധത്തിന് മുളയിൽ നുള്ളി ഒടിച്ചത് ഈ സുദർശനാണെന്നുള്ള വിരോധം ജോബിക്കുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞതെങ്കിലും ആ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലായി. എന്തായാലും അത് മനസ്സിൽ വെച്ചിട്ട് സുദർശനെ വിളിപ്പിച്ചു. സുദർശനെ വിളിച്ച് ചോദിച്ചു, എന്താ ഉള്ള കാര്യം പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അവസാനം അവനെ വിളിച്ചപ്പോഴേ സുദർശന് കാര്യം മനസ്സിലായി, ഇതെൻ്റെ നാടകമെല്ലാം പൊളിഞ്ഞു എന്നും ഇനി സത്യം പറയേണ്ട സമയം കഴിഞ്ഞിരിക്കുമെന്ന് അയാൾക്ക് തോന്നിയതുകൊണ്ട് തന്നെ ആവണം. അയാൾ പറഞ്ഞു, സാർ ഇത് എൻ്റെ യഥാർത്ഥം സുമോദിനി ഗൾഫിൽ പോയിട്ടില്ല. ഞാൻ കൃത്രിമമായിട്ടൊരു വിസ ഉണ്ടാക്കി സുമോദിനിയെ പ്രലോഭിപ്പിച്ചതാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് നിൽക്കുകയായിരുന്നു. പോകാൻ അങ്ങനെ ഒരു ഡേറ്റും അടിച്ചൊരു ഇന്ന ഡേറ്റിൽ വിസ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവളെ ഏൽപ്പിച്ച് ആ സന്തോഷത്തിൽ കഴിയുന്ന സമയത്ത് തന്നെയാണ് ഈ അവളുടെ ഈ നരകത്തിലേക്കുള്ള യഥാർത്ഥ വിസ വന്നതിൻ്റെ അന്ന് രാത്രി അവളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. ആനന്ദവിഹായസിലേക്ക് പറന്നു നടക്കാനുള്ള ആഗ്രഹങ്ങളുമായി നടന്ന ആ സുമോദിനി എന്ന സ്ത്രീയുടെ ആ ആഗ്രഹങ്ങളും അതിൻ്റെ തെളിവുകളോടും കൂടി തന്നെ എല്ലാം ഞാൻ ആ ഒരു കുഴിയിൽ കുഴിച്ചു മൂടിയിട്ടുണ്ട്, വീട്ടിനടുത്തുള്ള ചവറ്റുകൂട്ട്. സുദർശൻ്റെ കുറ്റസമ്മത മൊഴി എടുത്തു. അതിന് മകളുടെ മൊഴി അതിനോട് അതിനനുബന്ധിച്ച് വന്നിട്ടുണ്ട്. കൊച്ചുമകൾ പറയാണ്, അന്ന് അമ്മ ഗൾഫിൽ പോകണമെന്ന് പറഞ്ഞ ദിവസം രാത്രി അച്ഛൻ അമ്മയെ ഉപദ്രവിക്കുന്നത്, ശരിക്കും ഉപദ്രവിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ കരഞ്ഞപ്പോൾ ആൻറ്റിയാണ്, ശാന്തിനി ആൻറ്റിയാണ് എന്നെ പിടിച്ചുകൊണ്ടൊന്ന് മുറിക്കകത്ത് അടച്ചിട്ട് എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞാൻ രാവിലെ ഉണർന്ന് നോക്കി ചോദിച്ചപ്പോഴാണ് അമ്മ വിദേശത്ത് പോയി, ഗൾഫിൽ പോയെന്ന് പറഞ്ഞത്. പക്ഷെ എൻ്റെ അമ്മ ഇതുവരെ എന്നെ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. രണ്ട് മൊഴികളും കൂടെ നോക്കിയപ്പം അയാൾ പറഞ്ഞതും കറക്റ്റാണ്. യഥാർത്ഥത്തിൽ ഈ സുമോദിനിയെ ഇയാൾ കൊലപ്പെടുത്തി എന്നുള്ള വസ്തുത മനസ്സിലായി. ഈ സംഭവം വ്യക്തമായതോടുകൂടി അവനെ അറസ്റ്റ് ചെയ്യാൻ, അവൻ്റെ മൊഴി കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്താനും തെളിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള എക്സ്ഹ്യൂമേഷനും വലിയ ഒരു അൻപച്ച ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടക്കുകയും അതിനുശേഷം റിമാൻഡ് അപേക്ഷ സഹിതം കോടതിയിൽ കൊടുക്കാൻ അയക്കുന്നതിന് മുമ്പ് അവനൊരു അപേക്ഷ, എൻ്റെ മകളെ ഒന്ന് കാണാനായിട്ടൊരു അവസരം ഒരുക്കിത്തരണം. അയാൾ അപേക്ഷ സ്വീകരിച്ചു. മകളെ കാണാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചു. മകളെ കാണിക്കാൻ കൊണ്ടുവന്നത് ശാന്തിനിയാണ്, ആ കുഞ്ഞുമായിട്ട് വന്നത്. മകളെയും ശാന്തിനെയും കണ്ടപ്പോഴേ അതുവരെ കടിച്ച് പിടിച്ചു നിന്ന് ആ സുദർശനെ പൊട്ടിപ്പോയി, ആ വീങ്ങ് പൊട്ടിപ്പോയി. എങ്കിലും മകളെ ചേർത്ത് പിടിച്ചൊരു ഉമ്മ നൽകി, കണ്ണുനീർ വാർത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അത് തിരിച്ച് കുഞ്ഞിനെ വാങ്ങാനായിട്ട് വന്നത് ശാന്തിനിയാണ്. കുഞ്ഞിനെ വാങ്ങുന്നതിന് പകരം അവൾ തൊഴുകയോടെ യാചിച്ചു, എനിക്ക് ഈ മോളെ ഉപേക്ഷിച്ച് പോകാനാവില്ല, ദയവ് ചെയ്ത് എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കരുത്. അങ്ങനെ എത്ര ശിക്ഷ കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞ് വന്നാലും അത്രയും നാൾ ഞാൻ കാത്തിരിക്കും, എന്നെ പറഞ്ഞയക്കരുത്. കേട്ടിരുന്ന സുദർശന് ഒന്നും പറയാൻ വേണ്ടില്ല, ശബ്ദിക്കാൻ പറ്റുന്നില്ല. അവൻ തിരിച്ച് നിശബ്ദനായിട്ട് നടന്ന് കാലടികൾ വെച്ച് നടന്നു പോയി. ഈ സുദർശനെ കുറിച്ചുള്ള ഓർമ്മകൾ പലപ്പോഴും എൻ്റെ മനസ്സിൽ തിരയടങ്ങിയ തീരം പോലെ മനസ്സിൽ പതുക്കെ ചില സമയത്ത് ഓർമ്മ വരും. കാരണം മനഃപൂർവ്വമല്ലാതെ സാഹചര്യം വരുത്തി വെച്ച കൊലയാളിയാക്കി തീർത്തൊരു മനുഷ്യൻ. നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. കുറ്റത്തെ വെറുക്കണം, കുറ്റവാളിയല്ല വെറുക്കേണ്ടത്. ശിക്ഷയോടുള്ള ഭയമല്ല മനുഷ്യനെ കുറ്റത്തിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത്, മറിച്ച് ആത്മാഭിമാനമാണ്. ഇതെൻ്റെ മനസ്സിൽ നിന്നും ഓർമ്മയിലേക്ക് തെളിയുവാണ്. എൻ്റെ ഈ വിവരണം ഇന്ന് അവസാനിക്കുന്നു. ഇനി തുടർന്നും എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ തന്നാത്ത സഹകരണം വീണ്ടും എനിക്ക് ഉണ്ടായാലും മതിയാവും. അതുകൊണ്ട് എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം,
മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളത് ചെയ്യും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.